കൊലപാതക കേസിലും മറ്റ് ഗുരുതര ക്രിമിനൽ കേസുകളിലും പ്രതികളായിരുന്ന ബി.ജെ.പി. നേതാക്കൾ ഉത്തരേന്ത്യയിലൊക്കെ തെരഞ്ഞെടുപ്പിൽ സുഗമമായി ജയിച്ചു കയറിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതൊക്കെ എന്ത് എന്ന് ചോദിച്ച് ആരും വരരുത് എന്ന് ഓർമ്മപ്പെടുത്തി വാർത്തയിലേക്ക് കടക്കുകയാണ്. കോട്ടയത്ത് തോക്ക് ശേഖരവുമായി അറസ്റ്റിലായ കേസിൽ ജാമ്യത്തിലുള്ള പ്രതി ബി.ജെ.പിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാണ്. ബി.ജെ.പി. പ്രാദേശിക നേതാവ് കെ.എൻ. വിജയനാണ് കോട്ടയം പള്ളിക്കത്തോട് 12-ാം വാർഡിൽ മത്സരിക്കുന്നത്. ഇയാളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും തുടക്കമായിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലാണ് പോലീസ് ഇവരിൽ നിന്നും ആയുധശേഖരങ്ങൾ പിടിച്ചെടുത്തിയത്. ഈ കേസിൽ റിമാൻഡിലായ വിജയൻ ഇപ്പോൾ കേസിൽ ജാമ്യത്തിലാണ്. പിടിയിലായവരുടെ വീടുകളിൽ നിന്ന് റെയ്ഡ് നടത്തിയപ്പോൾ വൻ ആയുധശേഖരം പോലീസ് കണ്ടെത്തിയിരുന്നു. തോക്കിന്റെ വിവിധ ഭാഗങ്ങൾ, വെടിയുണ്ടകൾ, വെടിമരുന്ന്, തോക്കിന്റെ ബാരൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആയുധം തുടങ്ങിയ ശേഖരങ്ങളുമായി വിജയൻ ഉൾപ്പെടെ 5 പേരാണ് അന്ന് അറസ്റ്റിലായത്. 10 തോക്കുകളും വെടിയുണ്ട ഉപയോഗിക്കുന്ന കുഴൽ, പിടി തുടങ്ങിയവയും പോലീസ് പിടിച്ചിരുന്നു. കൊമ്പിലാക്കൽ ബിനേഷ് കുമാർ, രതീഷ് ചന്ദ്രൻ, ആനിക്കാട് രാജൻ, ആനിക്കാട് തട്ടാമ്പറമ്പിൽ മനീഷ് കുമാർ എന്നിവരാണ് അന്ന് വിജയനൊപ്പം പിടിയിലായത്. ഇവർക്കെതിരെ ആംസ് ആക്ട്, അനധികൃതമായി ആയുധ നിർമ്മാണം എന്നീ വകുപ്പുകൾ പ്രകാരം കേസും എടുത്തിരുന്നു. ഇതിനിടയിലാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇലക്ഷനിൽ മത്സരിക്കുന്നത്. നമ്മുടെ കേരളത്തിലും ഉത്തരേന്ത്യൻ സംഘരാഷ്ട്രീയം കലർത്താൻ സംഘപരിവാർ അഹോരാത്രം ശ്രമിക്കുന്നു എന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? അനധികൃതമായി ആയുധം കൈവശം വെക്കുക എന്നത് രാജ്യത്ത് ഗുരുതരമായ കുറ്റമാണ്. ഈ ആയുധങ്ങൾ ആർക്കെതിരെ പ്രയോഗിക്കാനുള്ളതാണെന്നും എന്താണ് ഇതിന്റെ ലക്ഷ്യമെന്നും അന്വേഷിക്കണമായിരുന്നു. ഇത്തരം ഗുരുതരമായ ക്രിമിനൽ വാസനയുള്ളവർ സ്ഥാനാർത്ഥിയാകുന്നത് പോലും നാടിന് ദോഷകരമാണ്. ഇവരെ പോലുള്ളവർ വിജയിച്ച് കയറിയാലും അതിന് വലിയ വില നൽകേണ്ടി വരും. ഉത്തർപ്രദേശ് പോലെ ക്രിമിനലുകൾ വിജയിച്ചു കയറി കുട്ടിച്ചോറാക്കുന്ന നാടായി ഇത് മാറരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Momma's dishwash liquid, soft on hands.